പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഓരോ നിറച്ചാർത്തിന് ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. തൊടിയിലെ സൗഖ്യം എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ധാരാളം യാത്ര ചെയ്യുന്നവരാണല്ലേ. കേരളത്തിനകത്തും പുറത്തും ഒക്കെ പലരും ഒത്തിരിയേറെ ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിന് പുറത്ത് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ, അതായത് തമിഴ്നാട്, കർണാടക, ആന്ധ്ര പ്രദേശങ്ങളിലൊക്കെ ഹൈവേ കൂടെ യാത്ര ചെയ്യുമ്പം രണ്ട് സൈഡിലും ധാരാളം തണൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് നമ്മൾ കാണാറുണ്ട്. ഏതൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല മരങ്ങളും നമ്മൾ കാണുന്നുണ്ടാവും. നമ്മൾ സ്പീഡിലങ്ങ് പോകുന്നു, മരമുണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്നു എന്ന് മാത്രമല്ലേ. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പ്രത്യേകിച്ചും ആന്ധ്രയിലും ഒക്കെ, അതായത് കുറച്ച് വരണ്ട കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ അധികമായി കാണപ്പെടുന്നൊരു മരമാണ് ആര്യവേപ്പ്. എന്തുകൊണ്ടായിരിക്കും അത് കേരളത്തിൽ അത്രമാത്രം കാണപ്പെടുന്നില്ല? നമ്മുടെ ഇവിടെ ഉണ്ട്, പക്ഷേ കുറവാണ്. ചില വീടുകളിലൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ട് എന്നല്ലാതെ ഒരു കോമൺ ആയിട്ട് റോഡ് സൈഡിലൊന്നും നമ്മൾ നട്ടുപിടിപ്പിക്കുന്നില്ല. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. ആര്യവേപ്പ് സാധാരണഗതിയിൽ വളരാനായിട്ട് കുറച്ച് വരണ്ട കാലാവസ്ഥയാണ് നല്ലത്. ഒരുപാട് മഴയുള്ള അല്ലെങ്കിൽ തണുപ്പ് അധികമുള്ള പ്രദേശങ്ങളിൽ ഇത് വളരാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിൻ്റെ ബൈ നേച്ചർ അങ്ങനെയാണ്. കുറച്ച് വരണ്ട കാലാവസ്ഥ വളരുക എന്നുള്ളതാണ് ആര്യവേപ്പിൻ്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ചും ആന്ധ്ര, തമിഴ്നാട്, കർണാടക റോഡുകളിലെ ഹൈവേകളിൽ ധാരാളമായിട്ടിത് കാണപ്പെടുന്നത്. എന്ന് വിചാരിച്ചത് കേരളത്തിൽ വളരില്ല എന്നില്ല. നമ്മൾ കുറച്ച് പരിചരണം കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയും വളർത്തിയെടുക്കാൻ സാധിക്കും. എന്തുകൊണ്ടായിരിക്കും ഇത് ഇത്രമാത്രം വളർത്തിയെടുക്കാനുള്ള ഒരു കാരണം? ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം, ഇതൊരു ബെസ്റ്റ് അണുനാശകമാണ്. രോഗാണുക്കൾ നശിപ്പിക്കാനുള്ള കഴിവ് ഈ ചെടിക്ക് ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് നട്ടുവളർത്തി പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ ആര്യവേപ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ എന്താ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത്? എന്തിനു വേണ്ടി ഉപയോഗിക്കും നമ്മൾ സാധാരണ ഇതിൽ? നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ചിക്കൻ ബോക്സ് വന്നു, എന്താ ചെയ്യുന്നത്? നമ്മൾ ഉടനെ നമ്മൾ അന്വേഷിച്ച് പോകും അല്ലേ, ഏത് വീട്ടിൽ ആര്യവേപ്പുള്ളേ, കുറച്ച് ഇല കിട്ടുന്നത് എവിടെയാ, എന്തിനു വേണ്ടിയിട്ടാ? ആര്യവേപ്പിൻ്റെ ഇല നമ്മൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? ആ രോഗി കിടക്കുന്ന കട്ടിൽ മുഴുവൻ വിരിച്ചു കൊടുക്കും. ആ കട്ടിൽ രോഗിയെ കിടത്തും. അതുപോലെ തന്നെ തേച്ച് കുളിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ആര്യവേപ്പ് ഇവിടെ ഉപയോഗിക്കുന്ന ഇതിനു വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ ചെടി ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ഇലകൾ ഓരോ ഇലയിലും ഒരു 9 മുതൽ 13 ഇലകൾ വരെ ഉണ്ടാവും. രണ്ട് സൈഡിലേക്കായിട്ടാണിത് ഉണ്ടായി നിൽക്കുക. ലാസ്റ്റത്തെ അറ്റത്തെ ഒരെണ്ണം സിംഗിളായിട്ട് ഇങ്ങനെ മുമ്പോട്ട് തന്നെ നിൽക്കുന്നുണ്ടാവും. പിന്നെ ഇതിൻ്റെ സൈഡ് ശ്രദ്ധിച്ച് നമുക്കറിയാം, ഇങ്ങനെ ഒരു ചെറിയ മുള്ളു പോലെ വളർന്നിട്ടുണ്ടാവും. അതായത് ഒരു അരി ഇങ്ങനെ സ്മൂത്തായിട്ടില്ല, ചെറിയ മുള്ളുകൾ, സെറേറ്റ് എന്ന് പറയും. അങ്ങനെയാണ് ഇതിൻ്റെ ഇലകളുടെ അരികുകൾ വരിക.
അതുപോലെ ഈ തണ്ടിലാണെങ്കിൽ രണ്ട് വശത്തും ഒരേ രീതിയിലാണ് അതിൻ്റെ വിന്യാസം വരുന്നത്. അതായത് രണ്ട് സൈഡിലേക്കും ഒരേ അളവിൽ തന്നെ ഇത് ഇലകൾ വിന്യസിച്ചിട്ടുണ്ട്. അറ്റത്ത് മാത്രം ഒരെണ്ണമിങ്ങനെ നീണ്ടു നിൽക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും, നമുക്കറിയാലോ. ഒരു കറിവേപ്പിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഷേപ്പ് ഉണ്ട്, പക്ഷേ അതിനൊക്കെ നീണ്ടതാണ്. പിന്നെ അതിൻ്റെ അറ്റം നല്ല കൂർത്തായിരിക്കുന്നത് അല്ലേ, അങ്ങനെ ഇരിക്കുന്നത്, അറ്റം നല്ല കൂർത്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ഇനിയിപ്പം ഇതിൻ്റെ ഫ്ലവറിങ് സീസൺ, അതായത് പൂക്കളുടെ കാലം ഏകദേശം ഒരു ഏപ്രിൽ മെയ് മാസത്തിലാണ് പൂക്കളുണ്ടാവുക. ചെറിയ യെല്ലോ കളറുള്ള ചെറിയ പുഷ്പങ്ങളുണ്ടാവുക. അതിന് കായുണ്ടാവും. നമ്മളിത് നടുന്നത് വിത്ത് നട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇതിൻ്റെ വിത്തിന് ജീവനക്ഷമത കുറവാണ്. അതായത് മുളയ്ക്കാനുള്ള സാധ്യത കുറവാണിത്. ചില വിത്തുകൾ നമുക്കറിയാം, എന്ത് വിത്തിട്ടാലും എവിടെ ഇട്ടാലും എപ്പോൾ വേണമെങ്കിലും മുളച്ച് വരും. പക്ഷേ ആര്യവേപ്പിൻ്റെ ഒരു പ്രത്യേകത, അതിന് ജീവനക്ഷമത കുറവാണ് അതിൻ്റെ വിത്തിന്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ കായ്കൾ പാകമാകുമ്പോൾ തന്നെ ചെറിയ കായ്കളുണ്ടാവും, ചെറിയ പച്ച കളർ കായുണ്ടാവും. അത് പാകമാകുമ്പോഴേക്കും ചെറിയ മഞ്ഞ കളർ വരും. ആ മഞ്ഞ കളറുള്ള വിത്ത് തന്നെ നമ്മളെടുത്തിട്ട് അപ്പോൾ തന്നെ എടുത്ത് കുഴിച്ചിടുക. അതായത് പാകമായി കഴിഞ്ഞാൽ 1-2 മാസത്തിനുള്ളിൽ നമ്മൾ നട്ടാലേ അത് മുളച്ച് വരാൻ സാധ്യതയുള്ളൂ. എങ്കിലും എല്ലാം ഒന്നും മുളയ്ക്കുകയില്ല, കുറച്ചെണ്ണമൊക്കെ മുളച്ച് കിട്ടുള്ളൂ. അതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ വിത്ത് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള വിത്ത് നമ്മൾ അപ്പോൾ തന്നെ നട്ടു കൊടുക്കുക. നമ്മൾ സാധാരണ വിത്തുകൾ എന്താ, ഒരെണ്ണം പാകുന്നതിന് മുമ്പ് അത് ഉണക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് പാകമായി വിത്ത് കിട്ടിയാൽ നട്ടു കൊടുക്കാം, അത് മുളച്ച് വരും. അതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഇത് നമ്മൾ വിചാരിക്കും എല്ലാ കീടങ്ങൾക്കും ഒരു ജൈവ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന ചെടിയാണ്. ഇതിൻ്റെ ഇലകൾ നമ്മൾ ജൈവ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ വേപ്പെണ്ണ അതും ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന. പക്ഷേ എങ്കിൽ പോലും ഇത് തിന്നുന്ന പക്ഷികളും അതുപോലെ ചെറിയ പുഴുക്കളും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായി മരം നട്ടു കൊടുത്താൽ വളർന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ വന്ന് തിന്നിട്ട് ആ മരം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് നശിച്ചു പോകും. പ്രത്യേകിച്ച് നമ്മുടെ കാലാവസ്ഥ ഞാൻ പറഞ്ഞു, മഴ കൂടുതലുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അത് വളർന്നു കിട്ടുകയില്ല. ഒരിക്കൽ വളർന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സാരമില്ല. പക്ഷെ അതുവരെ നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ വളർന്നു കിട്ടുള്ളൂ. പിന്നെ നടുമ്പോഴാണേലും കുറച്ചിങ്ങനെ ചെളിയുള്ള മണ്ണ് നട്ടാൽ ഉണ്ടാവില്ല. കുറച്ച് പിന്നെ വെള്ളം വാർന്നു പോകുന്ന കുറച്ച് ചരലുള്ള സ്ഥലത്ത് വേണം നട്ടു കൊടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ വളർന്നു കിട്ടുകയുള്ളൂ. അതാണ് പ്രത്യേകിച്ച് നടുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഒരിക്കലും ഞാൻ പറഞ്ഞു, പിടിച്ച് കിട്ടി വലുതായി വന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ വലുതായിക്കൊള്ളും. അത്യാവശ്യം ബലമുള്ള തടിയാണ്, കാരണം പെട്ടെന്ന് അങ്ങോട്ട് ഒടിഞ്ഞു പോവുകയോ ഒന്നും ഉണ്ടാവുകയില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ നല്ല മഴക്കാലത്ത് നന്നായി ചവറുണ്ട്, നന്നായി ചപ്പുള്ള സമയത്ത് ഈ വെള്ളം നിന്ന് കഴിയുമ്പം കനം കാരണം ചിലപ്പോൾ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയം ശ്രദ്ധിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ കണ്ടമാനം ചപ്പുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കളയാം, ആ ഇലകൾ കുറച്ച് ഭാഗം മാത്രം. അപ്പോൾ പിന്നെ മരം ഒടിഞ്ഞു പോകാതിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ കുറച്ചും കൂടെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം. നമുക്കിനി ആര്യവേപ്പിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി ഒന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായും ചർമ്മവ്യാധികളിൽ അല്ലെങ്കിൽ ത്വക്ക് രോഗങ്ങളിലാണിത് ഔഷധമായിട്ട് പുറമെ നമ്മൾ ലേപനമായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എല്ലാ രോഗാണുക്കളെയും നശിപ്പിക്കാനുള്ള കപ്പാസിറ്റി, അതായത് കൃമിനാശനമായിട്ടുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. അതുപോലെ തന്നെ ചരകാചാര്യൻ, ആയുർവേദത്തിൻ്റെ ആചാര്യനാണ് ഇദ്ദേഹം, ഈ ചെടിയെ കണ്ടൂഘ്നം, അതായത് ചൊറിച്ചിൽ മാറ്റുന്ന ചെടി എന്നുള്ള ആ ഗ്രൂപ്പിലാണ് പെടുത്തിയിരിക്കുന്നത്. അതായത് ത്വക്കിലുണ്ടാകുന്ന സാധാരണ ചൊറി, ചരങ്ങ് അങ്ങനെയുള്ള അസുഖങ്ങളിലൊക്കെ നമുക്കിത് ഔഷധമായിട്ട് ഉപയോഗിക്കാം. സാധാരണ സിമ്പിളായിട്ട് നമുക്ക് ചെറിയ ചൊറിച്ചിൽ, ചിരങ്ങ് പോലത്തെയൊക്കെ വരികയാണെങ്കിൽ, ചൊറി അങ്ങനെയൊക്കെ വരുമ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആര്യവേപ്പിൻ്റെ ഇല കുറച്ചെടുക്കുന്നു, സമം പച്ചമഞ്ഞൾ ചേർത്ത് അരച്ചെടുക്കുക. എന്നിട്ട് അത് ആ ചൊറിച്ചിലുള്ള ഭാഗത്ത് പുരട്ടി കൊടുക്കുക. ഒരു കുറച്ച് ദിവസങ്ങൾ ചെയ്യേണ്ടി വരും. പിന്നെ ഇതൊരു ക്രോണിക് കേസാണ്, കുറേ കാലമായിട്ട് സ്കിന്നിന് പ്രശ്നമാണ്, അലർജി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു ചെറിയ ഉണ്ട വലുപ്പത്തിൽ നമ്മൾ ഉള്ളി കഴിക്കുകയും കൂടി ചെയ്യണം. ആര്യവേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും കൂടി അരച്ചത് ഉള്ളി കഴിക്കുകയും ചെയ്യുക, പുരട്ടുകയും ചെയ്യുക. ഒരു 2-3 ആഴ്ച കൊണ്ടൊക്കെ ആശ്വാസം കിട്ടും. അതുപോലെ ഇപ്പോൾ കുഴിനഖമൊക്കെ ഉണ്ടായി, കുഴിനഖമാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ആര്യവേപ്പിൻ്റെ ഇല അരച്ച് പച്ചമഞ്ഞൾ ചേർത്ത് കെട്ടാം. ഇല്ലെന്നുണ്ടെങ്കിൽ ആര്യവേപ്പിൻ്റെ ത്വക്ക് അത് ചതച്ചെടുത്ത് അതിൻ്റെ കൂടെ പച്ചമഞ്ഞളോട് ചേർത്ത് സ്വല്പം വേപ്പെണ്ണ മിക്സ് ചെയ്തിട്ട് കെട്ടിവെച്ചാലും പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും. അതുപോലെ ഇത് പ്രധാനമായിട്ടൊരു പകർച്ചവ്യാധികൾ തടയാൻ സഹായിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ പകർച്ചവ്യാധി കാലഘട്ടത്തിൽ കടന്നു പോകുന്നത് അല്ലേ, നമുക്ക് രോഗപ്രതിരോധ ശക്തി ഉണ്ടാകാനായിട്ട്, പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ മോചനം കിട്ടാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഒരു 10 ഗ്രാം ഇല, അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്വല്പം കായവും ഇന്ദുപ്പും ചേർത്ത് അരച്ചെടുത്തിട്ട് എല്ലാ ദിവസവും രാവിലെ കഴിക്കുക. കായവും ഇന്ദുപ്പും സ്വല്പം ശർക്കരയും കൂടെ ചേർക്കാം, കാരണം അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് ടേസ്റ്റ് സഹിക്കാൻ പറ്റില്ല. അപ്പം 10 ഗ്രാം ഇലയുടെ കൂട്ടത്തിൽ 2 ഗ്രാം മതി കായവും ഇന്ദുപ്പും,
ഒപ്പം തന്നെ ഒരു 3 അല്ലെങ്കിൽ 5 ഗ്രാം വരെ ശർക്കരയും കൂടി ചേർത്ത് അരച്ചുരുട്ടി ചെറിയ ഉരുളയായിട്ട് വിഴുങ്ങിയാൽ മതി. ടേസ്റ്റായിട്ട് നോക്കണ്ട. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഇത് രോഗപ്രതിരോധ ശക്തി നല്ലതാണ്. നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ടും അതുപോലെ ത്വക്ക് രോഗങ്ങളിലൊക്കെ വളരെ ആശ്വാസം കിട്ടാനായിട്ട് സഹായിക്കും. ഇത് ഒരു 4-5 ദിവസം അടുപ്പിച്ച് കഴിക്കുന്നു, വീണ്ടും 1-2 ദിവസം ഗ്യാപ്പ് കൊടുക്കുന്നു, വീണ്ടും നമ്മൾ കഴിക്കാം. നമുക്കത് നോക്കി ചെയ്താൽ മതി, കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കേണ്ട. കാരണം ആ കൈപ്രസം സ്ഥിരമായിട്ട് കഴിക്കുമ്പം നമ്മുടെ ഒരു ടേസ്റ്റ്ലെസ്നെസ് ചിലപ്പോൾ നമുക്ക് വരും. അതായത് നമുക്ക് ആഹാരത്തിന് ടേസ്റ്റ് അറിയാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് കഴിക്കേണ്ട. ഒരു 4-5 ദിവസം കഴിക്കുന്നു, വീണ്ടും ഒരു ഗ്യാപ്പ് കൊടുക്കുന്നു, വീണ്ടും കഴിക്കുന്നു. അങ്ങനെ മുമ്പോട്ട് പോയാൽ നമുക്ക് പ്രതിരോധ ശക്തി ഒത്തിരിയേറെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇത് പ്രധാനമായിട്ടും മറ്റൊരു രോഗത്തിന് ഉപയോഗിക്കുക. അതായത് നമുക്കറിയാം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ വയറിന് അസ്വസ്ഥത, കുറച്ച് വലുതാകുമ്പോഴേക്കും അവർക്ക് ദഹനക്കുറവ്, അതായത് ദഹനമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരിയേറെ ഉണ്ടാവാറുണ്ട്. വേണ്ട വിധം ആഹാരം കഴിക്കില്ല, അതിൻ്റെതായ അസ്വസ്ഥതകൾ മറ്റ് പിന്നീട് ഉണ്ടാകുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ 5 ഇല, ചെറിയ ഇലകളില്ലേ, അത് 5 എണ്ണം എടുക്കുന്നു. അത് നന്നായി അരച്ച് ചെറുതായി പിഴിഞ്ഞെടുക്കുക. ഒരു ചെറിയ ടീസ്പൂൺ നീരേ കിട്ടുള്ളൂ. ഇത് 7 ദിവസം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ന്യൂ ബോൺ ബേബീസ് നമുക്ക് കൊടുക്കാം. ഉണ്ടായി 1 മാസം 2 മാസം 3 മാസമൊക്കെ ആയ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ഓരോ ദിവസവും ഓരോ ടീസ്പൂൺ, അതായത് 5 ഇല അരച്ച് പിഴിഞ്ഞ നീര് എത്ര കിട്ടുമോ അത്രയും അത് ഓരോ ദിവസം കൊടുക്കുക. 7 ദിവസം അടുപ്പിച്ച് കൊടുക്കണം. പിന്നെ 7 ദിവസം ഗ്യാപ്പ് കൊടുക്കുക. അത് കൊടുക്കണം. വീണ്ടും 7 ദിവസം കഴിയുമ്പം വീണ്ടും 7 ദിവസം കൊടുക്കുക. പിന്നെ ഒരു ആഴ്ച ഗ്യാപ്പ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും 7 ദിവസം, അതായത് മൊത്തം 21 ദിവസം കൊടുക്കണം. അടുപ്പിച്ചല്ല, ഓരോ ആഴ്ച കൊടുത്ത് ഓരോ ആഴ്ച ഗ്യാപ്പിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പിന്നീട് ഒരിക്കലും തന്നെ ഈ വയറിൻ്റെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും മുമ്പോട്ടുണ്ടാവില്ല. പിന്നെ ഏറ്റവും എളുപ്പം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ്. കാരണം കുറച്ച് വലുതായി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് അറിയുമ്പോൾ പിന്നെ അവർ കഴിക്കത്തില്ല. അപ്പോൾ കുഞ്ഞുങ്ങളാകുമ്പോൾ നമുക്ക് കൊടുക്കാൻ എളുപ്പമുണ്ട്. ഈസി ആയിട്ടൊരു കഴിച്ചുള്ളൂ. നമ്മൾ എന്ത് കൊടുത്താലും വായിലൊഴിച്ച് കൊടുത്താൽ കഴിക്കും. പക്ഷേ ഒരു കുറച്ച് പ്രായമായിരിക്കും, 1 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് അവർ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കൊടുക്കുന്നതാണ്. 7 ദിവസം ഗ്യാപ്പിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ നമുക്കറിയാം കുറച്ച് മഞ്ഞുകാലം വന്നു അല്ലെങ്കിൽ മഴക്കാലം വന്നു, പെട്ടെന്ന് നമുക്ക് എന്താ ടോൺസൈറ്റിസ് വരാറുണ്ട് അല്ലേ. തൊണ്ടയ്ക്ക് ടോൺസിൽസൊക്കെ ഇൻഫ്ലെയിംഡ് ആയിട്ട് ഇൻഫെക്ഷൻ ആവുന്നു, പനി വരുന്നു. ചിലർക്കത് ക്രോണിക് ആയിരിക്കും. മീൻസ് ഒന്ന് വന്നു, ആൻറ്റിബയോട്ടിക് കഴിച്ചു അല്ലെങ്കിൽ വേറെ മരുന്ന് കഴിച്ചു, 1-2 ആഴ്ച ഗ്യാപ്പ് കിട്ടി, കുഴപ്പമില്ലായിരുന്നു. വീണ്ടും ചെറുതായിട്ട് തണുത്ത ആഹാരം കഴിച്ചു, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഇച്ചിരി വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ ചെറുതായിട്ട് മഴ നനഞ്ഞു, തണുപ്പടിച്ചു, ഉടനെ വീണ്ടും ടോൺസൈറ്റിസ് വരാറുണ്ട്. ഇങ്ങനത്തുള്ള കണ്ടീഷൻസിൽ, അതായത് ക്രോണിക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കണ്ടീഷനിൽ നമുക്കിത് ആയുർവേദം ഉപയോഗിക്കാം. അതിന് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. 5 സാധനങ്ങളുണ്ട്, 5 സാധനങ്ങൾ. ഓക്കെ, ഒന്നാമത് ആര്യവേപ്പിൻ്റെ ഇല 5 എണ്ണം, എല്ലാം 5 വെച്ചാണ്, ഓർക്കാൻ എളുപ്പമുണ്ട്. അതുപോലെ കൊടകൻ്റെ ഇല 5 എണ്ണം, കുരുമുളക് 5 എണ്ണം, കല്ലുപ്പ് 5 എണ്ണം, വെളുത്തുള്ളി 5 അല്ലി എന്നാണ് നമ്മൾ പറയുന്നത്. പണ്ടത്തെ വെളുത്തുള്ളിയാണ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വെളുത്തുള്ളി വലുതായതുകൊണ്ട് 5 എണ്ണം വേണ്ട, 1-2 അല്ലി മതി. ഒന്നുകൂടെ ഞാൻ പറയാം. ആര്യവേപ്പിൻ്റെ ഇല 5, കൊടകൻ്റെ ഇല 5, കല്ലുപ്പ് 5, കുരുമുളക് 5 എണ്ണം, അതുപോലെ തന്നെ വെളുത്തുള്ളി 1 അല്ലെങ്കിൽ 2 എണ്ണം, അതിൻ്റെ വലിപ്പം അനുസരിച്ച് അത്രയും മതി. ഇത് എല്ലാം കൂടി എടുത്തിട്ട് വായിലിട്ട് ചവച്ച് അതിൻ്റെ നീരിറക്കുക, ചണ്ടി തുപ്പിക്കളയുക. രാവിലെയും വൈകുന്നേരം 2 നേരമായിട്ട് ചെയ്യണം. ഒരു 5 ദിവസം വരെ അടുപ്പിച്ച് ചെയ്യുക. അപ്പം മിക്കവാറും കേസുകളിൽ ഒരു 90% പേർക്കും പിന്നെ ടോൺസൈറ്റിസ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. ചവച്ച് നീര് പതിയെ ഇറക്കിയാൽ മതി. അതായത് തൊണ്ട ഫുൾ നമുക്ക് അതിൻ്റെ ആ ഫീല് കിട്ടണം. മീൻസ് അതിൻ്റെ അകത്ത് ഇപ്പം ശരിക്കും പിന്നെ കയ്പ്പും എരിവും എല്ലാം ഉണ്ട്. അത് കാരണം നമുക്ക് കഴിക്കാൻ വലിയ ഉപ്പും എല്ലാ രസവും ഉള്ളതുകൊണ്ട് നമുക്ക് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല. നമുക്കറിയാം ടോൺസിലൊക്കെ ഇൻഫ്ലെയിംഡ് ആണെങ്കിൽ 2 നേരം നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അത് ചുങ്ങിത്തുടങ്ങും. ആ റെഡ്നെസ്സൊക്കെ മാറി ചുങ്ങിത്തുടങ്ങും, പനി കുറയും. ഇങ്ങനെ രാവിലെയും വൈകുന്നേരമായിട്ട് 5 ദിവസം, അത് 10 നേരം നമ്മൾ കഴിക്കണം. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 90% പേർക്കും പിന്നെ ടോൺസൈറ്റിസിൻ്റെ പ്രശ്നം ഉണ്ടാവാറില്ല. ചെറിയ ജലദോഷപ്പനിക്ക് നമുക്കിത് ഔഷധമായിട്ട് ഉപയോഗിക്കാം. അതിനായിട്ട് വേണ്ടത് ആര്യവേപ്പിൻ്റെ തൊലി 50 ഗ്രാം, അതിൻ്റെ ഒപ്പം തന്നെ അളവ്, അതായത് 50 ഗ്രാമിന് കിരിയാത്ത്, രണ്ടും കൂടെ 4 ഗ്ലാസ് വെള്ളത്തിൽ കഷായം വയ്ക്കുക. അതായത് 2 ഗ്ലാസ്സായിട്ട് വറ്റിക്കണം. എന്നിട്ട് 50 മില്ലി രാവിലെയും വൈകുന്നേരമായിട്ട് കഴിക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അതിൻ്റെ മേമ്പൊടിയായിട്ട് ചേർക്കേണ്ടത്. ഇങ്ങനെ പനി തുടങ്ങുമ്പോൾ തന്നെ കഴിച്ചാൽ 1-2 ദിവസം കൊണ്ട് പനി മാറിക്കിട്ടും. അതുപോലെ വായ്പുണ്ണ് ഔഷധമായിട്ട് ഉപയോഗിക്കാം. അതിനായിട്ട് ആര്യവേപ്പിൻ്റെ ഇല അരച്ചെടുക്കുക. അത് കുറച്ച് പുളിച്ച മോരിൻ്റെ അകത്ത് കലക്കി തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് വായിക്കൊള്ളുക. ദിവസം 2-3 പ്രാവശ്യം വെച്ചിട്ട് 2-3 ദിവസം ചെയ്യുമ്പോഴേക്കും മാറിക്കൊള്ളും. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ പലർക്കുള്ള പ്രശ്നമാണ് വാതപ്പരുവല്ലേ. ശരീരത്തിൻ്റെ പല ഭാഗത്തും പരുക്കൾ വരുന്നു, മാറി വന്നുകൊണ്ടേയിരിക്കും. അത് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവും. ഇങ്ങനെയുള്ളവർ വേപ്പെണ്ണയ്ക്കകത്ത് താറാമുട്ട പൊരിച്ച് കഴിച്ചാൽ മതി. ഒരു 5 അല്ലെങ്കിൽ 7 ദിവസം വരെ കഴിക്കുക. അതുകൊണ്ട് തന്നെ അത് മാറിക്കിട്ടും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ 1-2 മാസം കഴിഞ്ഞ് പിന്നെയും വരുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 7 ദിവസം കൂടെ കഴിച്ചാൽ വളരെ ഫലപ്രദമായിരിക്കും. അതുപോലെ തന്നെ കൃമിശല്യത്തിന് നമുക്കിത് ഔഷധമായിട്ട് ഉപയോഗിക്കാം.
ഇതിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ് നീര് 10 മില്ലി തേനും ചേർത്ത് രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിന് മുമ്പായിട്ട് 3 ദിവസം കഴിക്കുക. 2 നേരം 10 മില്ലി നീരും 10 മില്ലി തേൻ ചേർത്തും 2 നേരമായിട്ട് 3 ദിവസത്തേക്ക് കഴിക്കുക. അതുപോലെ പീരിയഡ്സിൻ്റെ സമയത്ത് ഭയങ്കരമായിട്ട് വയറുവേദന ഉണ്ടാകുന്നവരുണ്ട്. അതിനായിട്ട് ചെയ്യേണ്ടത് ആര്യവേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും കൂടി അരച്ചിട്ട് 10 ഗ്രാം അത് പീരിയഡ്സിൻ്റെ തലേദിവസം ഒരു നേരം കഴിക്കുക. അത് സാധാരണ പിറ്റേ ദിവസം പീരിയഡ്സ് ആകുമ്പോഴേക്കും വേദന ഇല്ലാണ്ട് മാറിക്കൊള്ളും. അത് നോർമലായിട്ട് തന്നെ പൊക്കോളും. ആവശ്യമെങ്കിൽ 2-3 മാസം അല്ലെങ്കിൽ 4 മാസത്തിന് വരെ ആ ഒരു ദിവസം കഴിച്ചാൽ മാത്രം മതി. ഒറ്റ ദിവസം മാത്രം കഴിച്ചാൽ മതി, അതിൽ തന്നെ ആശ്വാസമായിക്കൊള്ളും. അതുപോലെ പലർക്കുള്ള പ്രശ്നമാണ് കുടലിൽ അൾസർ, അല്ലേ, വയറിൽ അൾസർ ഉണ്ടെന്ന് പറയും. അതിനായിട്ട് ചെയ്യേണ്ട ആര്യവേപ്പിൻ്റെ 7 ഇല, ഒപ്പം തന്നെ 7 കുരുമുളക്, ആ കുരുമുളകിൻ്റെ അതേ തൂക്കം പച്ചമഞ്ഞൾ, ഇത് അരച്ചെടുത്തിട്ട് ഒരു 100 മില്ലി പച്ചപ്പാലിൽ, അതായത് പശുവിനെ കറന്ന ഉടനെയുള്ള ആ ചൂടോടുള്ള പാലിൽ മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ഇത് കഴിക്കുന്ന ദിവസങ്ങളിൽ ധാരാളം പാല് കുടിക്കണം. തിളപ്പിച്ചാർച്ച പാല് പല പ്രാവശ്യമായിട്ട് ദിവസം കുടിക്കുന്നത് ഒത്തിരി നല്ലതാണ്. 21 ദിവസം വരെയാണ് ഇതിൻ്റെ ഡോസ്. 21 ദിവസം അടുപ്പിച്ച് കഴിക്കണം. രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത് കഴിക്കുന്ന ദിവസങ്ങളിൽ എരിവ്, പുളി, അതുപോലെ പുകവലി, മദ്യപാനം, ഇങ്ങനത്തെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒന്നും പാടില്ല. അങ്ങനെ കറക്റ്റായിട്ട് പഥ്യം നോക്കി ചെയ്താൽ എത്ര വലിയ അൾസർ ആണെങ്കിലും ഉറപ്പായിട്ടും മാറിക്കിട്ടും. 21 ദിവസം കഴിച്ചാൽ മാത്രം മതി. അതുപോലെ മുഖക്കുരുവിന് നമുക്കിത് ഔഷധമായിട്ട് ഉപയോഗിക്കാം. ഇത് ത്വക്ക് രോഗങ്ങളിൽ വളരെ ഔഷധമാണെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. വേപ്പില ഇലയുടെ കഷായം വയ്ക്കുക. ആ കഷായം കൊണ്ട് മുഖം കഴുകുക. അത് മുഖം ഒത്തിരി ക്ലിയർ ആയി കിട്ടാനായിട്ട് സഹായിക്കും. ഇത് കുറച്ച് ദിവസം അടുപ്പിച്ച് കഴുകേണ്ടി വരും, രാവിലെ വൈകുന്നേരം. അത് ചൂടോടുകൂടി കഴുകരുത്. കഷായം തണുത്തതിന് ശേഷം മാത്രമേ മുഖം കഴുകാനായിട്ട് ഉപയോഗിക്കാവുള്ളൂ. കാലത്തും വൈകുന്നേരവും അതിന് കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുക. അധികം സോപ്പ് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് ആ സമയത്ത്. അത് കുറച്ചും കൂടെ മുഖം നല്ല ക്ലീനായി കിട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ കേൾവിക്കുറവിൽ നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാം. വേപ്പെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വേപ്പെണ്ണ ചെറുതായിട്ട് ചൂടാക്കുക, അത് ചെവിയിൽ ഉറ്റിച്ചു കൊടുക്കുക. രാവിലെയും വൈകുന്നേരം 2 തുള്ളി വീതം 2 ചെവിയിൽ ഉറ്റിച്ചു കൊടുക്കുക. 1 മാസമെങ്കിലും അടുപ്പിച്ച് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് ഈ ചെവിയുടെ ഭാഗത്തൊക്കെ വേദന കൂടി ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചെവിയുടെ ഈ ചുറ്റുവട്ടമൊന്ന് തിരുമ്മി കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. ആ ചൂടാക്കി എണ്ണ ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ 2 വശം ആ ചെവിയും കൂടി തിരുമ്മി കൊടുത്താലും വളരെ നല്ലതാണ്. കാരണം അത് ആ നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് വളരെ സഹായകമാണ്. അങ്ങനെ ചെയ്താൽ കേൾവിക്കുറവ് മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ടും പുരാതന കാലം നമുക്കറിയാം. ഇപ്പം നമുക്ക് വലുതേക്കാനൊക്കെ ബ്രഷൊക്കെ ഉണ്ടല്ലേ. ബ്രഷൊക്കെ വരുന്നതിന് മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ആയുർവേദ പുസ്തകത്തിൽ ദന്തധാവനം എന്നാണ് പറയുക പല്ലുതേപ്പിനെ പറ്റി പറയുമ്പം. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രധാനമായിട്ടും ആര്യവേപ്പിൻ്റെ കമ്പാണ്. ചെറിയൊരു കമ്പ്, ഇത്ര നിന്നുള്ള കമ്പ് എടുക്കുന്നു. അധികം മൂക്കാത്ത കമ്പാണ്. എന്നിട്ട് അതിൻ്റെ ഒരു വശം നന്നായി ചതച്ചെടുക്കുക. ആ ചതച്ച വശം കൊണ്ടാണ് നമ്മൾ ബ്രഷ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. അതിന് പ്രധാനമായിട്ടും പല്ല് തേക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഔഷധങ്ങൾക്ക് ചവർപ്പ്, കയ്പ്പ് രസമുള്ളത് ഉപയോഗിക്കുകയാണ് പറയുന്നതിൻ്റെ. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, മധുരരസം എപ്പോഴും അണുക്കളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തും. അതേസമയം കഷായം, ചവർപ്പ് ടേസ്റ്റുകളാകുമ്പം അതെപ്പോഴും അണുനാശക ശക്തിയുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആര്യവേപ്പിൻ്റെ തണ്ട് പല്ല് തേക്കാനായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴേക്കും ആ അണുക്കളൊക്കെ നശിച്ചു പോകാൻ അല്ലെങ്കിൽ ചത്തുപോകാനായിട്ടും നമ്മുടെ പല്ലുകൾ നല്ല ആരോഗ്യത്തോടെ വളരാനായിട്ട് സഹായിക്കും. ഇത് മുമ്പ് തൊട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, നമുക്കിപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പഴുത്ത പ്ലാവില കൊണ്ട് നമ്മൾ തേക്കാറുണ്ടല്ലേ, അതും ഒത്തിരി എഫക്റ്റീവാണ്. നമ്മുടെ പല്ലുകളുടെ ആരോഗ്യം, മോണയുടെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കാനായിട്ടത് വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്കറിയാം പലർക്കും തലയിൽ താരൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ടല്ലേ. അപ്പം ആര്യവേപ്പിൻ്റെ ഇല കഷായം വെച്ചിട്ട് അതുകൊണ്ട് തല കഴുകുക. ഒരു 4-5 ദിവസം അടുപ്പിച്ച് ചെയ്യുക. പിന്നെ വൺസ് ഇൻ എ വീക്ക്, ആഴ്ച ഒന്നൊക്കെ ചെയ്താൽ മതിയാവും. അത് മാറിക്കിട്ടും. അതുപോലെ ചിലപ്പം താരൻ മാത്രമല്ല, ചിലപ്പം ചെറിയ ചൊറി പോലെ അല്ലെങ്കിൽ ചൊറിച്ചിൽ വല്ലാണ്ടുണ്ടാവും. ചെറിയ ചിറങ്ങെന്നൊക്കെ നമ്മൾ പറയല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല, പച്ചമഞ്ഞൾ, തുളസിക്കതിര്, നിലംതെങ്ങ്. ആര്യവേപ്പിൻ്റെ ഇല, പച്ചമഞ്ഞൾ, തുളസിക്കതിര്, നിലംതെങ്ങ്, ഇത് 4ഉം കൂടി എടുത്തിട്ട് ഈക്വൽ ക്വാണ്ടിറ്റി ഒരേ അളവെടുക്കുക. അത് തേങ്ങാപ്പാൽ നന്നായി അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് തല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. 1 മണിക്കൂർ വെച്ചതിന് ശേഷം കഴുകിക്കളയുക. അത് ഈ താരനും അതുപോലെ തന്നെ തലയിൽ ചൊറിയും ചിറങ്ങൊക്കെ മാറിപ്പോകാനായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട എന്താണ് ആര്യവേപ്പ്. അതുപോലെ ആര്യവേപ്പ് നമ്മൾ സാധാരണ വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാറുണ്ടല്ലേ. വീട്ടിലൊക്കെ അരിയൊക്കെ സൂക്ഷിക്കുന്ന പാത്രത്തിൻ്റെ അകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ അധികം മറ്റ് ക്ഷുദ്രപ്രാണികളൊന്നും വരാതിരിക്കാൻ സഹായിക്കും. നമ്മൾ ഇന്ന് ആര്യവേപ്പിലയെക്കുറിച്ചാണല്ലോ പറയുന്നത് കേട്ടത്. ഡോക്ടർ ആര്യവേപ്പിൻ്റെ എല്ലാ ഗുണങ്ങളെക്കുറിച്ചും പറയുകയുണ്ടായി. എന്നാൽ ആര്യവേപ്പിൻ്റെ ഇലയും അതിൻ്റെ തൊലിയും അതിൻ്റെ പൂവും ഒക്കെ നമുക്ക് മരുന്നിന് ഉപയോഗിക്കാം. ഇന്ന് നമ്മൾ കേട്ട ഇതാണ് നമ്മൾ കണ്ട ആര്യവേപ്പില.
ഈ ആര്യവേപ്പിലയും അതുപോലെ തന്നെ കിരിയാത്തും ഉപയോഗിച്ച് നമുക്ക് ജലദോഷപ്പനിക്ക് നല്ലൊരു ഔഷധമുണ്ടാക്കാം. ജലദോഷപ്പനിക്ക് ആര്യവേപ്പിൻ്റെ ഇല എടുത്ത് നന്നായി കഴുകി അത് അതിൻ്റെ ഇലയെല്ലാം നന്നായിട്ട് പറിച്ചെടുത്ത്, അതുപോലെ തന്നെ കിരിയാത്തും അത്രയും തന്നെ കിരിയാത്തും എടുത്ത് അതിനെ നന്നായി ചെറുതാക്കി മുറിച്ചിട്ട് 2 ഗ്ലാസ് വെള്ളത്തിൽ കഷായം വെക്കുകയാണെങ്കിൽ നല്ലൊരു മെഡിസിനായിട്ട് അത് നമുക്ക് കിട്ടും. അതിനെക്കുറിച്ച് അതെങ്ങനെ നമുക്ക് ചെയ്യാം, എങ്ങനെ നമുക്കതിനെക്കുറിച്ച് അത് ഉപയോഗിക്കാമെന്ന് നമുക്ക് ഈ നിമിഷം പഠിക്കാം. ആര്യവേപ്പില നമ്മൾ പറിച്ചെടുക്കുന്നു. ഓരോന്നോരോന്നായി ഒരു 5-6 കതിര് ആര്യവേപ്പില നമ്മൾ പറിച്ചെടുക്കുന്നു. ആര്യവേപ്പില പറിച്ചെടുക്കുന്നത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുന്നു. അതിലേക്ക് നമ്മൾ ആര്യവേപ്പില പറിച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകിയതായിരിക്കണം ആര്യവേപ്പില. അതിൻ്റെ എല്ലാ കൊമ്പുകളും ഇലകളും എല്ലാം അതിനോട് ചേർന്ന് ഇടാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇടുന്നത് ആര്യവേപ്പിൻ്റെ തൊലിയാണ്. ഇതാണ് ആര്യവേപ്പിൻ്റെ തൊലി. ആര്യവേപ്പിൻ്റെ തൊലി നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കിയതായിരിക്കണം. അല്ലെങ്കിൽ പച്ചയായിട്ട് ഫ്രഷായിട്ട് എടുത്ത് മരത്തുനിന്ന് തൊലി ചെത്തി എടുത്താണേലും ഒരു കുഴപ്പവുമില്ല. ആര്യവേപ്പിൻ്റെ തൊലിയും ഏകദേശം ഒരു 10 ഗ്രാം നമ്മൾ ഈ കഷായത്തിലേക്ക് നമ്മൾ ഇടുന്നു. അതിനുശേഷം അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. 2 ഗ്ലാസ് വെള്ളം. രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് 1 ഗ്ലാസ്സായിട്ട് ഇതിനെ വറ്റിച്ചെടുക്കുന്നു. ഇപ്പോൾ ഇലയും ഈ തൊലിയും എല്ലാം നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇതിനെ നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുന്നു. നമ്മൾ ഉണ്ടാക്കിയ കഷായം നമ്മളിപ്പോൾ എടുക്കുകയാണ്. ഒരു 1/2 ഗ്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്നത്. അര ഗ്ലാസ് കഷായം നമ്മളിപ്പോൾ എടുത്തു. അതിലേക്ക് മേമ്പൊടിയായിട്ട് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇടേണ്ടത്. കുരുമുളക് പൊടിച്ച് റെഡിയാക്കി വെക്കുക നേരത്തെ തന്നെ. ഒരു 1/4 ടീസ്പൂൺ ഏകദേശം മേമ്പൊടി എന്ന് പറയുമ്പം അതിൽ ചേരാൻ മാത്രം ഇത്രയും കുരുമുളക് പൊടിയാണ് നമ്മൾ ഇടേണ്ടത്. അതിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം, അതായത് മേമ്പൊടി എന്ന് പറയുമ്പം ഇത് നമ്മൾ തിളപ്പിക്കുകയില്ല, അടുപ്പത്തൊന്നും വെക്കാറില്ല. ഡയറക്റ്റായിട്ട് പൊടിച്ച പൊടിയായിരിക്കണം വേണ്ടത്. ഇപ്പം കുടിക്കാൻ പാകമായിട്ടുള്ള പനിക്ക് കുടിക്കാൻ പാകത്തിന് ഒരു ഏകദേശം 30 മില്ലി കഷായമുണ്ടത്. ഇങ്ങനെ ഒരു 5 അല്ലെങ്കിൽ 7 ദിവസം നമ്മൾ കഴിക്കണം. രാവിലെയും വൈകുന്നേരവും 30 മില്ലി വീതം. നമ്മൾ ഇതുവരെ നിസ്സാരങ്ങളാണെന്ന് കരുതിയ പല കാര്യങ്ങളും ഒത്തിരിയേറെ വലിയ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. നിസ്സാരങ്ങളെന്ന് കരുതുന്ന കാര്യങ്ങളാണ് വലിയ വലിയ സാധ്യതകൾ നമുക്ക് മുമ്പിലുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ സാധ്യതകൾക്കൊക്കെ പിന്നിൽ ഒരു വലിയ ദൈവത്തിൻ്റെ കാര്യമുണ്ട്. ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട് ഓരോ ചെടിയിലും. ആ ഓരോന്നിനും ഓരോ രീതിയിലുള്ള ഔഷധങ്ങൾ കൊണ്ട് നിറച്ചു നിർത്തിയത് ആരാണ്? ദൈവമാണ്. അപ്പോൾ നമുക്കറിയുന്ന നമ്മൾ ഇതുവരെ നിസ്സാരങ്ങളെന്ന് കരുതിയ അനേക കാര്യങ്ങൾ ഒത്തിരിയേറെ വലിയ കാര്യങ്ങളാണെന്നും ഒത്തിരിയേറെ വലിയ സാധ്യതകളാണെന്നും ഈ അറിവുകൾ നമ്മളിനി എന്താ ചെയ്യേണ്ടേ? നമ്മളും പങ്കുവയ്ക്കുക. നമ്മളും അത് നമ്മൾ ഉപയോഗിക്കുക, നമ്മൾ പങ്കുവയ്ക്കുക. അതിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടും ആ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ആ ഓരോ ചെടിയും നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ ലോകത്തിൻ്റെ സൗഖ്യത്തിനായി, നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാനായിട്ട്, അതിലൂടെ വളരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു ഞാൻ.